ആമേൻ. ഇത് യഹോവയുടെ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കും. ദൈവമാത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നത് ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുകയാണ്. യഹോവയുടെ മാതൃകയിൽ സ്തോത്രത്തോടും അവിടുത്തെ താകാലങ്ങളിൽ സ്ഥിതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തും. നമുക്ക് മുൻകൂട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായി നിങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും അത്ഭുതമായി വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ രണ്ടാം ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സർവവല്ലഭനായ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം. ലോകത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ എത്രയോ പ്രിയമുള്ളവർ സമാധാനം നഷ്ടപ്പെട്ടവരായി വേദനയിലും ദുഃഖത്തിലും കണ്ണുനീരിലും കഴിയുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോ നാളും അതിശയകരമായും അത്ഭുതമായി കാത്തു പരിപാലിച്ചു വരുന്ന കൃപയ്ക്കായി സ്തോത്രം. എങ്കിലും കർത്താവെ, നിങ്ങൾ പലപ്പോഴും നന്ദിയില്ലാത്തവരായി തീർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമാകുന്ന കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ഉണ്ട്. അവയെല്ലാം ഈ ആരാധനാമത്തിൽ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് കർത്താവിനോട് നിരപ്രാപിച്ച് പുതിയ ശക്തിയും അഭിഷേകവും പ്രാപിപ്പാൻ അവിടെ നിങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ഇനി എത്തിച്ചേരുന്ന മക്കളെയും അനുഗ്രഹിക്കണമേ. ഭവനത്തിലായാലും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മക്കളുടെ കർത്താവിന്റെ കൃപ പകരണമേ. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പ്രവേശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനും ഈ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീകരിക്കുന്ന 96-ാം ഗീതം 6. വന്ദനം യേശുപരാനെന്നും വന്ദനം യേശുപരായ ആരംഭിക്കുന്ന 96. Thank you.
സ്തുതിക്കാരൻ മൂന്നാം ഭാഗം നമുക്ക് വാക്യമായി ചൊല്ലാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ ഒറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങൾ മറക്കാതെ താഴ്മയും അനുതാപവും മനസ്സും നമ്മുടെ ഹൃദയത്തോടെ പറയുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടില്ല എല്ലാ പാപങ്ങളെയും എന്നോട് ക്ഷമിച്ച് അവിടുത്തെ കൈകളാക്കി അങ്ങയുടെ കൃപ അനുഭവിക്കാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ പുതിയ ആത്മാവിന്റെ ശക്തി എന്ന് നിറയ്ക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അനുതാപത്തോടെ കർത്താവ് സന്നിധിയോട് കടന്നു വരാം. ചില നിമിഷങ്ങൾ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിൽ 10ാം പുറത്ത് കാണുന്ന ഒടുവിലത്തെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കും. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും ദുഃഖങ്ങളും നേരിട്ട് പറയും. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനയെല്ലാം ഞങ്ങൾ ചെയ്യും. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദം നിങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അടക്കം വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീകരിക്കുകയും ചെയ്തു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ നിങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോട് എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിൽ അനുവാദം ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും നിങ്ങൾ വരുത്തിയിരിക്കുന്നു. ഭാവിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മണ്ഡലിൽ നിന്നും കരകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന് വെളിച്ചമായി ശ്രദ്ധിക്കുവാൻ
നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ അവിടുത്തെ ബൗദ്ധരാജ്യം നിത്യാന്തം അനുഭവിപ്പാനും നിങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്യുമെങ്കിലും നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. എന്റെ നിമിത്തം ഞാൻ നിന്റെ അതിക്രമങ്ങൾ വായിച്ചു, നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരം പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. യേശു കർത്താവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന പാപക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരയാം. ഇന്നയോളം ഈ ഭൂമി സമാധാനത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ സർവ്വലഭനായ ദൈവം വഴി നടത്തുന്ന നമുക്ക് നന്ദി. അവർ എത്ര നല്ലവരും എന്ന് ഉണരാം. കർത്താവിന്റെ സന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ നമുക്ക് അർപ്പിക്കാം. ആരാധനാക്രമത്തിൽ 17-ാം പദത്തിൽ കാണുന്നതാണ് കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു എന്ന് സഭയ്ക്ക് ഒഴിവാക്കണമെന്ന് ആലോചന. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുത്തെ കൃപയായി നൽകിയിട്ടുള്ള സകലദാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നിരിക്കുന്ന ജീവന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായി ദിവ്യമായ കാര്യങ്ങളിലേക്ക് നടത്തുന്ന വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവനമാർഗങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കല സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മറ്റൊരു വിമോചനത്തിൽ അവസരോദ്ധാരണത്തിന് പോരാടുന്ന പ്രധാനമന്ത്രിമാർ സാമൂഹിക പ്രവർത്തകർ നിയമ നിർമ്മാതാക്കൾ ശാസ്ത്രജ്ഞന്മാർ എന്നിവർക്കായി ദൈവം ദാനമായി അംഗീകരിക്കുന്ന കുഞ്ഞുങ്ങൾ യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായി സഭയിലെ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ജീവിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നൽകുകയും ഞങ്ങളിപ്പോൾ ഞങ്ങളെ സ്തുതിച്ചു ഞങ്ങൾക്ക് തന്നെ ജീവിക്കുന്നതിന് ജീവിതകാലങ്ങളെ സ്തുതിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ വാക്കുകളും ഹൃദയത്തിന്റെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തീയത്തിൽ 175 കേൾക്ക എന്റെ ആത്മാവെ യേശു നിന്നോട് എന്നെ ചോദിക്കുന്നു. 175 നമുക്ക് എഴുതിയിരുന്നാണ്. Oh
47 സംഗീതം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മുഖത്തെ നമ്മുടെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. നമുക്ക് ചേർന്ന് ചൊല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അതിർത്തിയിലേക്ക് അവനെ അയക്കുക. അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ
ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാന്തപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയും ജ്ഞാനത്തിനും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തിരിഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയിലിരുന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധിയായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാവരുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ദൈവമേ, അങ്ങേ മാത്രമുണ്ടാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു ഉപമ യേശു അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വായിൽ, അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ എന്ന വൃക്ഷമായി. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം കുറിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം കുറിച്ച് ഒരുപോലെ അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. നമ്മുടെ വിശ്വാസം വിശ്വാസ പ്രമാണത്തിൽ പറയാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ പാലിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ താഴപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് 3-ാം ദിവസം ഉയർത്തുന്നു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ ഭാഗം. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും വരികയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സഭയിൽ പാപമോചനത്തിൽ മരിച്ചവരുടെ ഭാഗം നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നടത്തുന്ന ലോകം മുഴുവൻ COVID-19 മഹാമാരിയുടെ ഭീതി കഴിയുമ്പോൾ ദൈവം നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ദേശത്തെയും ബന്ധത്തിലാകുന്നതിനെയും ഇത്രമാത്രം അത്ഭുതമായ നടത്തുന്ന കൃപകളുടെ ഓർത്തുകൊണ്ടിരിക്കുകയും ഈ മഹാമാരി ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥന. നമ്മുടെ സഭയെ ദൈവകാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സഭയിൽ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രവേശിക്കും. ഈ നാൾ
നാളുകളിൽ സംഘടനകളുടെ ആരാധനകൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആധ്യാത്മിക പോഷണം സഭയിലൂടെ നിർവഹിക്കപ്പെടാൻ മുതിർന്ന അംഗങ്ങൾക്ക് അതിൽ വരാനുള്ള സാഹചര്യം നൽകിയിരുന്നു. ഈ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായ രീതിയിൽ ആരാധനകളും ശുശ്രൂഷകൾ ആദ്യങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ടതിനായി ദൈവത്തോടുള്ള പ്രാർത്ഥന. നമ്മുടെ ഭവനങ്ങളിൽ കഷ്ടതകളിലും രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളുമായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥന. ബുദ്ധരായ മാതാക്കളെ നമുക്ക് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങളുടെ ചികിത്സയിൽ കഴിയുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും സഹായം എല്ലാവരും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ഉത്സവം നടക്കുന്ന ആളുകളാണുള്ളത്. കൊറോണ ഭീതിയിൽ ലോകം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ യാതൊരു വിധത്തിലുള്ള രോഗവ്യാപനം ഉണ്ടാകാതെ കർത്താവ് എല്ലാ പ്രശ്നങ്ങളെയും തീർക്കുന്നതിനായി സമാധാനത്തോട് സൗഖ്യത്തോടെ പ്രദേശങ്ങളോട് പോകുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രധാനമന്ത്രി പ്രാർത്ഥന. ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സംസ്ഥാന ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മറ്റ് മന്ത്രിമാർ, മറ്റ് ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥർ എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കും. ഈ കാലങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിയുന്നവർ വിദ്യാഭ്യാസം ശരിയായ നിർവഹിക്കുവാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നോക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുവാൻ ദൈവം സഭയെ നമ്മെ ലോകത്തെ മുഴുവൻ സഹായിക്കുന്നതിനുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയിൽ, അരിഷ്ടതയിൽ, ദാരിദ്ര്യം, ദുഃഖത്തിൽ, പ്രയാസങ്ങളിൽ കഴിയുന്ന മാരകമായ വ്യാധികളിൽ കഴിയുന്നവർക്ക്, ക്യാൻസർ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ദൈവം തന്നെ നമ്മളെല്ലാം കൂടുതലിന് വേണ്ടി ആശ്വസിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല മഹായോഗ ദൈവം മിഷണറി പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മൾ അയച്ചിരിക്കുന്ന മിഷന്മാരെ നമുക്ക് നമ്മുടെ ദൈവാലയങ്ങൾ നമുക്ക് ശുശ്രൂഷകൾ നമുക്ക് യേശു ജീവിക്കുകയും എല്ലാവരും സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് ഈ നാളിൽ ലോകമെമ്പാടുണ്ടാകുന്ന കർത്താവിനോട് പ്രാർത്ഥന. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ അത് ചെയ്ത സർവശക്തനായ ജീവിതത്തിൽ ബന്ധിക്കുക. ഈ നാളത്തെ അനുഭവിക്കുക. ദൈവം നമ്മെ ശക്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന. വിശ്വാസം അതിനാൽ ശ്വാസം ദുരിതങ്ങൾ നിറയും വാസം അനുഗ്രഹിക്കപ്പെട്ട ഈ ശുദ്ധാത്മസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയാലയത്തിൽ കടന്നു വരുവാനും യാത്രാസത്തിൽ വരാതിരിക്കുവാനും ജീവനിൽ അനുഭവിപ്പാനും അവരുടെ സഹായിച്ചിരിക്കുന്ന വലിയതിലേക്കായി നന്ദിയോടുകൂടി സ്വാഗതം ചെയ്യുന്ന കർത്താവെ വാഴ്ത്തുന്നു. ഞങ്ങളെക്കാൾ ഉന്നത ശ്രേഷ്ഠന്മാർ, കർത്താവ് പണ്ഡിതന്മാർ, കർത്താവ് എത്രയോ ഉയർന്നവരാണ്.
ഈ നാളുകളിൽ കർത്താവേ ജീവിതത്തിൽ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആഴത്തിലേക്ക് കഴിയുന്നത്. എന്നാൽ ദൈവത്തിനാകുന്ന ഓരോ നാളും ഏറ്റവും അത്ഭുതകരമായി അതിശയകരമായി പരിപാലിക്കുന്നതോ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ദൈവസ്ഥയിൽ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളെയും അവർ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ട് സ്വാഗതം. കർത്താവെ ഈ നാളുകളിൽ കർത്താവെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിനിമിത്തം ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുമിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാവുന്നതോട് കർത്താവെ അവരുടെ ലോകത്തോട് മനസ്സിലാക്കണമേ. ഈ ലോകത്തെ പൂർണ്ണമായി ഭൂമിയിൽ തുടച്ചിരിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരും പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ അത്യത്ഭുതമായ ശക്തി വ്യാപരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പരസ്പരം തൊഴിൽ നഷ്ടം സംഭവിച്ചതായിട്ടുണ്ട്. വരുമാനം പെട്ടെന്ന് കുറഞ്ഞുപോയതായിട്ടുണ്ട്. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതായിട്ടുണ്ട്. അവരെല്ലാം ദിവസം ഓർമ്മ പ്രാർത്ഥിക്കുന്നു. ദൈവം മക്കളോടുകൂടി ഒന്നിനും ഒരു നന്മയും വിട്ടുവരാതെ ദൈവം സമൃദ്ധിയായി നമുക്ക് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവിടുത്തെ കൃപയുടെ കരങ്ങൾ വഹിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ദിവ്യമായ കൃപ എല്ലാവരും അനുഭവിപ്പാൻ സർവശക്തൻ സഹായിക്കണമേ പ്രാർത്ഥന. നിങ്ങളുടെ സഭയെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സൺഡേ സ്കൂളിലൂടെ വാദനത്തിലൂടെ ഒക്കെ ലഭിക്കുന്ന ആധ്യാത്മിക പോഷണം ഈ നാളുകൾ അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ മക്കളുടെ കാത്തിരിക്കുന്നു. എത്ര വേഗം നിങ്ങൾക്ക് ഒരുമിച്ച് നിലനിർത്തുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണമേ പ്രാർത്ഥന. യവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥന. ദൈവത്തിന് കൃപ നിന്റെ മക്കളോട് ഏവരോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥന. പരിശുദ്ധ കർത്താവേ കുടുംബസ്ഥരായ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സമാധാന ദൈവം നിന്റെ മക്കളുടെ കുടുംബങ്ങളുടെ എല്ലാ സമാധാനം നൽകി സൗഖ്യം നൽകി ആശ്വാസം നൽകി അത്ഭുതമായി നടത്തണമേ പ്രാർത്ഥന. കർത്താവെ കണ്ണീരിന്റെ താഴ്വരകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുടെ വ്യക്തികളെ പ്രിയപ്പെട്ടവർ ദൈവസ്ഥലിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥന. രോഗഭാരത്തിന്റെ താഴ്വരകളിൽ മുന്നോക്കുകയും പ്രാർത്ഥന. നിന്റെ മക്കളുടെ ഏവർക്കോടെ സൗഖ്യം കൊടുക്കണമേ. ഹൃദയ സംബന്ധമായ രോഗം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോട് പ്രാർത്ഥന. കിഡ്നി സംബന്ധമായ രോഗം ഭാരപ്പെടുന്നതിനോ കർത്താവെ ക്യാൻസർ സംബന്ധമായ രോഗം ഭാരപ്പെടുന്നതിന് കർത്താവെ പലവിധമായ ക്ഷീണങ്ങളും രോഗങ്ങളും ആപത്തുകളും ഭാരപ്പെടുന്നു. എല്ലാവരും മക്കളെയും അങ്ങയുടെ കരം വെച്ച് ആശ്വസിപ്പിക്കുകയും പൂർണ്ണ സമാധാനത്തിന്റെ മക്കളെല്ലാവരെയും കാക്കുകയും ചെയ്യണമേ പ്രാർത്ഥന. പ്രത്യേക വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. അവർ വാർത്തകാലത്ത് ദൈവം അവരുടെ സഹായം വഴികാട്ടിയേക്കുമേ പ്രാർത്ഥന. പരിശുദ്ധ കർത്താവെ ഞങ്ങളുടെ കർത്താവെ സഭയിൽ ഓരോ കുടുംബങ്ങളും കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുന്നു. സഭയിലെ വികാസഭൂഷകൾ നിലനിർത്തുന്ന എല്ലാവരുടെ മക്കളെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കർത്താവിനെ നമുക്ക് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സൺഡേ സ്കൂൾ യുവജനസഖ്യം, ബാലജനസഖ്യം, സ്ത്രീജനസഖ്യം, മെൻസ്പ്രോഷൻ, ഗായകസഖ്യം എന്നിവയുടെ എല്ലാ ഭാരവാഹികളും നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കും. കർത്താവിനെ നമുക്ക് ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ കർത്താവെ സഭയിലെ ഗായകസംഘങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥന. നിങ്ങളുടെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥന. മക്കളുടെ ശുശ്രൂഷകളിലൊക്കെയും അവിടെ കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥന. പരിശുദ്ധ കർത്താവെ സഭാസനയ്ക്ക് വേണ്ടി പ്രാർത്ഥന. ദാസനെ ദൈവം കർത്താവിന്റെ ദേശത്തേക്ക് ക്യാൻസറിലൂടെ വടക്ക് വരുത്തിയിരിക്കുന്ന സ്വന്തം എന്റെ ശുശ്രൂഷകളൊക്കെയും കാര്യങ്ങളും ആവശ്യമായ എല്ലാവരെയും പകർന്നമേ പ്രാർത്ഥന. കർത്താവിൽ നിങ്ങൾക്ക് നൽകുന്ന സഭാക്കളും വേണ്ടി പ്രാർത്ഥന. അങ്ങദാസൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ ആത്മീയ മന്ന അങ്ങദാസനിലൂടെ അങ്ങനെ കൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥന. മറ്റുള്ള ഓരോ സഭാക്കളും കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നു ചില നാളുകളുടെ വിശ്വാസത്തിന് ശേഷം ദൈവസംഗീതം ആരാധിപ്പാൻ ദാസിയെ ബലപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി നിങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. കർത്താവെ അടിയന്റെ സ്ഥലങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയമുള്ള ആശുപത്രിയിൽ ആയിരിക്കാനുള്ള പൂർണ്ണ സമാധാനത്തോട് സൗഖ്യത്തോടും ആരോഗ്യത്തോടുകൂടെ കർത്താവ് പരിപാലിച്ചുകൊള്ളണമേ പ്രാർത്ഥന. പരിശുദ്ധ കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥന. വിവിധ അവസ്ഥരായ ദേശപാലനം എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ദേശം കർത്താവിന്റെ സംരക്ഷണം കാര്യപ്പാൻ സഹായിക്കും. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, ഞങ്ങളുടെ മഹായോഗയ്ക്ക് വേണ്ടി, അഭിനന്ദനത്തിന് വേണ്ടി, മഹായ ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥന. എല്ലാ യോഗങ്ങളുടെയും പട്ടക്കാരെ
എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന, എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന. വിശ്വാസത്തെ മുഴുവനായും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെ രാജ്യത്തെയും പാലാകാരിയുടെ വീണ്ടും സന്നിധിയിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവ് കൂടെ നിങ്ങൾ നടത്തണമേ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നോക്കി വിദേശ രാജ്യങ്ങളിലായിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഉപജീവനമാർഗങ്ങൾക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങളിലും ദൂര സ്ഥലങ്ങളിലുമായിരുന്നു എല്ലാവരുടെ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. ദുഷ്ടങ്ങളിൽ നിന്ന് മക്കൾ എല്ലാവരെയും ഉപയോഗിച്ചുകൊള്ളണമേ പ്രാർത്ഥന. പരിശുദ്ധ കർത്താവെ, അവിടെ ദൈവമായി നിങ്ങളുടെ കർത്താവായ രക്ഷകനായി നിങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി അവിടെ നിങ്ങൾ അത്ഭുതമായി നടത്തുന്ന കൃപയ്ക്കായി നിങ്ങൾ നന്ദി കരയേറ്റിട്ടാണ്. അപ്പൊ ഈ പകൽക്കാലം ഈ ഒരാഴ്ചക്കാലം സഹായം പ്രത്യേകിച്ച് കർത്താവാർഷികോത്സവവേല നിങ്ങൾക്ക് നടത്തുവാൻ കഴിയില്ല എങ്കിലും അതിനുള്ള തുകകൾ ദൈവസന്നിധിയിൽ നേർച്ച അർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കും. നിന്റെ മക്കളുടെ വരുമാനമാകുന്നില്ല, അവരുടെ കൃഷികാര്യങ്ങൾ, അവരുടെ സമ്പത്തുകൾ, മറ്റെല്ലാ വരുമാനമാകുന്നതിനെ അനുഗ്രഹിച്ചു കൊടുക്കുന്നില്ലേ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളുകളോട് കൂടെയുണ്ട് എന്നാൽ ചില കർത്താവ് സമാധാനം നൽകി, നന്മകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ഒരു നൽകി കൂട്ടില്ലാതെ അതിശയമായി നടത്തുന്നു. അങ്ങനെ പാപങ്ങളെ സമർപ്പിക്കാൻ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുന്നു. ഞങ്ങളുടെ രാജ്യവും ശക്തി മഹത്വം എന്നേക്കുമുള്ളതോ ആമേൻ. ഈ അവസരം ക്രിസ്തീയത്തിൽ 280 പാട്ടും എല്ലാവരും എഴുന്നേറ്റുമാണ്. അതിനുശേഷം നമ്മുടെ സഭാക്രമണ്ടായിരുന്ന ശ്രീ ജസ്റ്റിൻ കുമാരി സാർ നമ്മോട് പ്രസംഗിക്കുന്നതാണ്. Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, അവിടുത്തെ കരുണയിൽ ഞങ്ങളെ ഓരോ നാളും നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സാഹചര്യത്തിലും ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിൽ ആരാധിപ്പാൻ അവിടുത്തെ ഇടയാക്കിയവர்களுക്കായിട്ട് നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങൾക്ക് അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുവാനും ഞങ്ങളിൽ രൂപാന്തരമുണ്ടായി സ്വർഗീയ അനുഭവത്തിൽ ജീവിപ്പാനൊക്കെ വേണം. ഞങ്ങൾ ഓരോരുത്തരെയും അന്യന് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് തരുന്ന അച്ഛനെ കുടുംബമായി കർത്താവിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് നടത്തുന്ന ആത്മീയ നിറവുകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ അവിടുത്തെ അക്ഷരകരം താങ്ങി പരിപൂർണ സൗഖ്യം പ്രാപിച്ച് കർത്താവിൽ സമാധാനം അനുഭവിക്കാനൊക്കെ വേണം. സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി കർത്താവിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവേ, ഒരു വിശുദ്ധ ദിനം കൂടി കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കിയ അച്ഛന് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗത്തിലെ സ്വർഗരാജ്യത്തിനെ പറ്റിയുള്ള ചില ഉപമകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൽ ഉടനീളം സ്വർഗരാജ്യത്തിനെ പറ്റി പല ഉപമകൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മത്തായി 21-ാം അധ്യായത്തിൽ, 22-ാം അധ്യായത്തിലും 23-ാം അധ്യായത്തിലും സ്വർഗരാജ്യത്തിനെ പറ്റി ഉപമകളിലൂടെയും മറ്റു സംഭവങ്ങളിലൂടെയും പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗരാജ്യം തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട ഒന്ന് നമുക്കുള്ളത് സ്വർഗരാജ്യം എന്നുള്ള ആ പ്രത്യാശ തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിന്റെ 44-45 വാക്യങ്ങളിൽ ഇപ്രകാരമാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. 45-ാം വാക്യം ഇങ്ങനെയാണ്: പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാകെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. രണ്ട് രീതിയിൽ സ്വർഗരാജ്യം കണ്ടെത്തുന്നവരെ അതിനകത്ത് കാണുവാൻ കഴിയും. ഒന്ന്, വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കെ കാലിൽ എവിടെയോ തട്ടി നിധി കണ്ടു. അത് അവനുള്ളതൊക്കെ, അവൻ അന്ന് വരെ നേടിയതൊക്കെ, ലോകപരമായി നേടിയതൊക്കെയും കളഞ്ഞ് അവൻ ആ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന് തൊട്ട് താഴെ കാണുന്നത് സ്വർഗരാജ്യം അന്വേഷിച്ചു പോയി കണ്ടെത്തി എന്നുള്ളതാണ്. സ്വർഗരാജ്യം അന്വേഷിച്ചു പോയാൽ കണ്ടെത്തണമെന്നില്ല. ഇവിടെ നമുക്ക് കണ്ടെത്തി എന്ന് തന്നെയാണ് കാണുന്നത്. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. തനിക്ക് ഉള്ളതൊക്കെയും വിട്ട് പുതിയൊരു നിലയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ, അതാണ് സ്വർഗരാജ്യ അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കേട്ട ഭാഗത്തിൽ ദാനിയേൽ പ്രവാചകനും കൂട്ടരും ശദ്രക്, മേശക്, അബേദ്നെഗോവും കൂടെ രാജസന്നിധിയിൽ പോയിട്ട് അവിടെ ഇപ്രകാരം കാണാം: അവൻ കുടിക്കുന്ന മീൻ കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ വരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ആ വാക്യത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ
ദാനിയേൽ അവിടെ ചിലത് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് ഷണ്ഡാരനോട് പറഞ്ഞു. പക്ഷെ അത് നടപ്പിലാക്കിയത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ദാനിയേലിന് ഷണ്ഡാരന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. അവിടെ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഈ ലോകത്തുള്ള പലതിനെയും ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഈ ലോകപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുള്ളപ്പോൾ ആ സാധ്യതകൾ മാറ്റി നമ്മളെ അതിന് ശരിയായ വഴിയിൽ നടത്തുന്ന തീരുമാനം എടുപ്പിക്കുന്നത് ദൈവത്തെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ താഴോട്ട് നമുക്ക് വായിച്ചാൽ കാണാൻ പറ്റും, അവിടെ കഴിക്കാൻ കൊടുക്കുന്ന രാജഭോജനം ഉപേക്ഷിച്ചിട്ട് ശാഖപദാർത്ഥവും പച്ചവെള്ളവും കഴിച്ചാണ് അവർ കഴിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ മറ്റുള്ളവരെ, ഈ രാജഭോജനം കഴിച്ചവരേക്കാൾ വളരെ മിടുക്കന്മാരായിട്ട് ആരോഗ്യമുള്ളവരുമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ സ്വർഗരാജ്യ അനുഭവത്തിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ദൈവം പറയുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തേ കണ്ടെത്താത്തവരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. മത്തായി 13:14 പറയുന്നത്, നിങ്ങൾ ശരിയായി കേൾക്കും ഗ്രഹിക്കയില്ലതാൽ ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. നമ്മൾ സ്വർഗരാജ്യം ദൈവരാജ്യം കണ്ടെത്തിയെങ്കിലും എത്രയോ ജനം അത് കണ്ടെത്താതെ ഇങ്ങനെ നടക്കുകയാണ്. അവർ എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നത്, അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ശരിയുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലേക്ക് ആക്കും. ഈ സ്വർഗരാജ്യം ആരെങ്കിലും കാംക്ഷിച്ചാൽ അതിലേക്ക് ആക്കും എന്ന് തന്നെയാണ് ഇവിടെ വചനം നമ്മളെ അധികമായി പഠിപ്പിക്കുന്നത്. ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലൂടെ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പൻ മക്കളോട് പറഞ്ഞു തോട്ടത്തിൽ പോയി വേല ചെയ്യുവാൻ. ഒന്നാമത്തെ മകനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. എങ്കിലും പിന്നത്തേതിൽ അവൻ അനുദപിച്ച് പോയി വേല ചെയ്തു എന്നാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ മകനോടും ഇപ്രകാരം തന്നെ പറഞ്ഞു, പോയി തോട്ടത്തിൽ വേല ചെയ്യുവാൻ. പക്ഷെ അവൻ ചെയ്തത്, അപ്പൻ അവിടെ നിന്ന് പോയപ്പോഴേക്കും തിരിച്ച് വീണ്ടും അവന്റെ കാര്യങ്ങളിലേക്ക് അപ്പ ഞാൻ പോകാമെന്ന് പറഞ്ഞു. വളരെ എണീറ്റിൽ നിന്ന് വളരെ അഭിനയത്തിലൂടെ പറഞ്ഞു ഞാൻ പോകാം എന്ന്. പക്ഷെ അവൻ പോയില്ല താനും എന്നാണ് അവിടെ കാണുന്നത്. ഈ രണ്ടുപേരിൽ ആരാണ് നല്ലത് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും. പക്ഷെ ഇവിടെ രണ്ടുപേരിൽ നമ്മൾ കാണുന്നത് രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. അപ്പനോട് ഞാൻ പോകില്ല എന്ന് പറയുവാനുള്ള അവകാശം മക്കൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. പൊതുവെ പഴയ നിയമത്തിൽ മക്കൾ അപ്പനെ അനുസരിച്ചില്ല എങ്കിൽ അവരെ പുറത്തു കൊണ്ടുപോയി പ്രമാണിമാരുടെ മുമ്പിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വരെ അവകാശമുണ്ടായിരുന്ന ഒരു കാലത്താണ്. എങ്കിലും ആ മകന് ഒരു അനുതാപത്തിന്റെ, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ മകന് അവൻ അഭിനയിക്കുകയാണ്. അപ്പന്റെ മുമ്പിൽ വളരെ താഴ്മയോടെ, വളരെ യജമാനെ വിളിച്ചുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പനെ കബളിപ്പിക്കുന്ന ഒരു അഭിനയത്തിന്റെ മുഖം നമുക്ക് കാണുവാനായിട്ട് അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കൾ ടിവിയുടെ മുമ്പിൽ ക്രിക്കറ്റ് കളിയോ മറ്റ് രസിക്കുന്ന കാര്യങ്ങളോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
വീട്ടിൽ ആഹാരസ്ഥാനം വാങ്ങാൻ പോകാൻ പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ പ്രതികരണങ്ങളും ഇപ്രകാരം ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില മക്കൾ പോകാൻ പറ്റില്ല എന്ന് പറയും, ചിലര് പോകാമെന്ന് പറഞ്ഞാലും അപ്പൻ അങ്ങോട്ട് പോവുകയും പറഞ്ഞതുപോലെ വീണ്ടും അവൻ രസിക്കുന്ന കാര്യങ്ങളിൽ അവൻ ഇങ്ങനെ രസിച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടെ ഒന്നാമത്തെ പുത്രന് സംഭവിക്കുന്ന കാര്യം, അവൻ അതിൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവൻ അവിടെ ഇരുന്നപ്പോൾ അവന്റെ മനസ്സിലൂടെ പല ചിന്തകൾ ഇങ്ങനെ കടന്നുപോയി. എന്റെ അപ്പൻ എന്താ എന്നോട് പറഞ്ഞത്? അപ്പൻ എന്നെ ശിക്ഷിക്കാനും എന്നെ വഴക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വാക്ക് പോലും പറയാതെ അപ്പൻ പോയല്ലോ. അപ്പന്റെ വാക്കുകളിലാണോ ഈ ക്രിക്കറ്റ് കളിയിലാണോ എനിക്ക് കൂടുതലായിട്ട് ആകേണ്ടത് എന്നുള്ള ചിന്ത അവനിൽ രൂപപ്പെട്ട് അവൻ മനം തിരിഞ്ഞ് അവൻ തോട്ടത്തിലേക്ക് പോയി ജോലി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ചിലത് ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ചിലത് ചെയ്യുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ മകൻ അപ്രകാരമാണ്. അവൻ രസിച്ചിരുന്ന, അവൻ സന്തോഷിച്ചിരുന്ന പലതും ഉപേക്ഷിച്ചിട്ടാണ് അപ്പന്റെ തോട്ടത്തിൽ അപ്പന്റെ ഹിതപ്രകാരം ജോലി ചെയ്യുവാനായിട്ട് പോകുന്നത്. നമ്മളും ജഡത്തിൻ്റെതായ പല കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മീയമായിട്ട് ദൈവീയ കൃപയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും അവർക്കുള്ളത് എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. അഭിനയിക്കുന്നവരെ കർത്താവ് ഒരിക്കലും ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്രകാരം അഭിനയിക്കുന്ന രണ്ട് സംഭവങ്ങൾ കൂടെ നമുക്ക് വചനത്തിലൂടെ കാണാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഇപ്രകാരമുണ്ട്. ഒന്ന്, യെരൂശലേം ദേവാലയത്തിലെ ശുദ്ധീകരണവും അത്തിയുടെ ഫലം കാണാതെ വരുമ്പോൾ അത്തിയെ ശപിക്കുന്നതും. ഈ രണ്ട് സംഭവങ്ങളും ഈ രണ്ടാമത്തെ മകനെ പോലെ ശരിക്ക് അഭിനയം മാത്രം കാണുന്ന മുഖങ്ങളാണ് അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിനെ ഈ രണ്ട് തീരുമാനങ്ങൾ ഇവിടെ കാണിക്കുന്ന രണ്ട് പ്രകടനങ്ങളിലും യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങളല്ല ശരിക്കും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുമെന്ന് പറഞ്ഞ യേശുവിൽ നിന്ന് നമുക്ക് കാണുവാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അത്തിയെ ശപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിന്റെ പിന്നിൽ തക്കതായ കാരണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. യെരൂശലേം ദേവാലയത്തിൽ നമുക്കറിയാം പല തട്ടുകളുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ. ജാതികളുടെ പ്രാകാരത്തിലാണ് അവിടെ യാഗങ്ങൾ കഴിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ കൈസറുടെ തല ഉള്ള നാണയങ്ങൾ അവിടെ കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ നാണയങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ നാണയം എന്ന് പറയും, അത് നേർച്ചയ്ക്കായി കൊടുക്കുകയും ചെയ്യുന്ന പണമിടപാട് നടക്കുന്നത് അവിടെയാണ്. ആ ഇടപാടിലൂടെ പള്ളിപ്രമാണികളും ഈ പണമിടപാടുകളും തമ്മിലൊരു കച്ചവട ബന്ധമുണ്ട്. പക്ഷെ എന്നാൽ ദൈവം ഈ ജാതികളുടെ പ്രാകാരത്തിനെ എന്തിനായി അവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ, മറ്റു ദേശത്തിലുള്ളവർ യഹൂദ ജനത്തിന്റെ ദൈവത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ് ഈ ദേവാലയത്തിൽ വന്ന് ആരാധിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുവാനും ദൈവവിശ്വാസികളായി തീരുവാനും തക്കവണ്ണം വരുന്നവർക്ക് ആരാധന കാണുവാനുള്ള സ്ഥലമാണ് ഈ ജാതികളുടെ പ്രാകാരം. ഈ സമയങ്ങളിൽ അപ്രകാരം
ദൈവത്തിന്റെ മഹത്വം കാണാൻ വരുന്നവർ ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ കച്ചവടവും ഇവിടുത്തെ ഈ പണമിടപാടുകളും ഒക്കെയാണ്. അത് യേശുക്രിസ്തുവിന് ഒട്ടും സഹിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്രകാരം അവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ദേവാലയങ്ങളിൽ മറ്റു ജാതിയിലുള്ളവർ ദൈവത്തിന്റെ ദർശനം കാണാൻ വരുമ്പോൾ നമ്മളിവിടെ എന്താ കാണുവാൻ അവർക്ക് കഴിയുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സഭയെ പറ്റി പല അന്യമതസ്ഥരും സാക്ഷ്യം പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ കരവന്ന് പോകുമ്പോൾ അവർ സ്വീകരിക്കുന്ന ആ സ്വീകരണം, നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ നിൽക്കുന്ന ആ നിൽപ്പ്, അവർ നമ്മളെ സ്വീകരിക്കുന്ന കാര്യാദികൾ, നമ്മുടെ സഭയിലെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ വിടുവാനുള്ള അവരുടെ താല്പര്യം, ദൈവത്തിനെ ആ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ എന്നും കുഞ്ഞുങ്ങൾ അപ്രകാരം വളരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളോടൊപ്പം അവർ പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ യെരൂശലേം ദേവാലയത്തിന്റെ അന്നത്തെ സ്ഥിതി അപ്രകാരമല്ലായിരുന്നു എന്ന് വേണം നമുക്ക് കാണുവാൻ കഴിയാം. അതാണ് യേശുക്രിസ്തുവിന് കോപം ഉണ്ടാകുവാൻ കാര്യം ആയത്. ദേവാലയം മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുന്നവരാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. നമ്മളടുത്ത് വരുന്നവർക്ക് നമ്മൾ ഒരു ആശ്രയമായി തീരാറുണ്ടോ? കർത്താവിന്റെ സ്വഭാവങ്ങൾ പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്നവർ, നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും സഹോദരന്മാരായാലും അയൽവാസികളായാലും നമ്മുടെ സ്നേഹിതരായാലും നമ്മെപ്പറ്റി എപ്രകാരമാണ് സാക്ഷ്യം പറയുന്നതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അവരുടെ സാക്ഷ്യങ്ങളെക്കാൾ ഉപരി നമ്മൾ സ്വയം സാക്ഷ്യം പറയേണ്ടവരാണ്. നമ്മൾ സ്വയം നമ്മളെ തന്നെ വിലയിരുത്തേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിലെ ഏതൊക്കെ ബന്ധനങ്ങളിലാണ് പെട്ടുകിടക്കുന്നത്, ഏതൊക്കെ ഉപേക്ഷിച്ചാലാണ് നമ്മൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതിനൊക്കെ അഡിക്റ്റായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ലോകത്ത് ജഡീയമായ സന്തോഷങ്ങൾ നൽകുന്ന അനേക സാഹചര്യങ്ങൾ വളരെയേറെയാണ്. ഇന്ന് ടി വി കാണുന്നത് പലപ്പോഴും വലിയ കാര്യമായിട്ട് തോന്നാറില്ല. പക്ഷെ വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ പോകുന്ന കാര്യാദികൾ, നമ്മളെ കൊണ്ടുപോകുന്ന കാര്യാദികൾ, നമുക്കതുപോലെ ലോകത്ത് കിട്ടുന്ന മറ്റെല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജഡീയ സന്തോഷങ്ങൾക്കും രസിക്കുന്നതിനും ഉതകുന്ന ഒരുപാട് സാഹചര്യങ്ങളുള്ള ഈ നാളുകളിൽ നമ്മൾ തിരിച്ചു വന്നില്ല എങ്കിൽ, നമ്മളിൽ ഒരു മനമാറ്റം ഉണ്ടായില്ല എങ്കിൽ, നമ്മൾ ഏതിലാണോ വീണിരിക്കുന്നു എന്ന് മനസ്താപപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടില്ല എങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനടുത്ത് മറ്റൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു. അത്തിമരത്തെ ശപിക്കുന്ന ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫലം ഇല്ലാത്ത കാലത്താണ് യേശുക്രിസ്തുവോടെ ഫലം അന്വേഷിച്ചു പോയെന്ന് വേറൊരു സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തിമരത്തിൽ രണ്ട് കാലങ്ങളിലാണ് പഴം കാണുന്നത്. ഒന്ന് തലക്കനി എന്ന് പറയും, ഇലകൾ തളർന്നു നിൽക്കുന്ന കാലങ്ങളിൽ അതിനുള്ളിൽ ഫലങ്ങൾ കുറച്ചുണ്ടാകും. ആ ഫലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. വലിയ ഫലങ്ങളായിരിക്കും, വളരെ മധുരമേറിയതുമായിരിക്കും. എന്നാൽ കൂടുതൽ ഫലങ്ങൾ കായ്ക്കുന്ന നാളിൽ ഇലകൾ ഒന്നുപോലും കാണത്തില്ല, ഫലങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും. അവ കാണുമ്പോഴേ നമുക്കറിയാം അത് ഫലങ്ങൾ നിറഞ്ഞവ തന്നെയാണ്, ഫലങ്ങൾ ഉള്ളവയാണ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അത് സമൂഹത്തോട് നൽകുന്ന ഒരു സന്ദേശം, എന്നിൽ വളരെ രുചിയേറിയ, വളരെ വലിപ്പമേറിയ ഫലങ്ങൾ ഉണ്ട് എന്ന ഒരു അഭിനയമാണ് അവിടെ കാണിക്കുന്നത്.
പക്ഷെ അത് അന്വേഷിച്ച് ചെന്നപ്പോഴോ ഫലങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥ കാണുവാൻ കഴിയുന്നു യേശുക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്രകാരം ശപിക്കേണ്ടി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് യഹൂദന്മാരുടെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്രകാരമുള്ള അഭിനയങ്ങളില്ലാതെ അനുതാപത്തോടെ കർത്താവിലേക്ക് അണഞ്ഞു ചെല്ലുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്രകാരം ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തന്റെ കുട്ടികൾക്ക് ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞു. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ. എന്നിട്ട് അവസാനം അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. മിക്ക കുട്ടികളും പറഞ്ഞു ലാസറിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പയ്യൻ പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ധനവാനായി മരിക്കുമ്പോൾ ലാസറായി തീരാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ആഴമായ സത്യമുണ്ട്. വിശ്വാസികളായ നാം അപ്രകാരമല്ലേ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ഉള്ള എല്ലാ ആഗ്രഹങ്ങളും നേടി ജീവിച്ചിട്ട് സ്വർഗരാജ്യത്തിൽ പോകുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദാനിയേലിൽ കണ്ടതുപോലെ ഈ ലോകത്തെ ആഡംബരങ്ങളിൽ ഒന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. ഉള്ളവരിൽ സന്തോഷിക്കുന്ന, ഇല്ലായ്മയിലും സന്തോഷിക്കുന്ന, അതിൽ നിറവ് തരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിൽ ജീവിക്കുമ്പോഴാണ് സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ ഇതെല്ലാം ചപ്പും ചവറും എന്ന് വേണ്ടുന്ന തലത്തിൽ നമ്മൾ ആയിത്തീരുമ്പോഴാണ്, നമുക്കൊരോട് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല, അതൊന്നും നമ്മുടെ ഉള്ളങ്ങളിൽ സ്പർശിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ കഥനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കുക. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 17 മുതൽ 21 വരെയുള്ള വാക്യം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 17 മുതൽ 21 വരെയുള്ള വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഈ സംഭവം നമുക്ക് അറിയാമായിരിക്കും. കാട്ടൊലിവായിരുന്ന നമ്മളെ ഓരോരുത്തരും നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്താണ് ക്രിസ്തുവിൽ നമ്മളെ ആക്കിയത്. ഒരു മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. അതിലൂടെ ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുപ്പിക്കാൻ തക്കവണ്ണം നമ്മളെ അവിടുന്ന് വേരിലൂടെ, ക്രിസ്തുവായ വേരിലൂടെ നമുക്ക് ഫലം നൽകി തുടങ്ങി എന്നും ആണ് ഇവിടെ കാണുന്നത്. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരനെയല്ല, നിന്നെ അത്രേ ചുമത്തുന്നു എന്ന് ഓർക്ക. ഞാൻ ഫലം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് എന്റെ കഴിവുകൊണ്ടല്ല, വേരിൽ നിന്ന് എനിക്ക് തരുന്ന, ക്രിസ്തു എനിക്ക് തരുന്ന കുറെ കാര്യാദികളാണ് എനിക്ക് ഈ ലോകത്ത് ചെയ്യുവാൻ കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളുക എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ എന്നെ ഒടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, എന്നെ ആ നാട്ടൊലിവിൽ ഒട്ടിക്കുവാൻ വേണ്ടി ആ നാട്ടൊലിവിലെ ഒരു കൊണ്ട ഒടിച്ചു കളഞ്ഞു എന്നാണ് കാണുന്നത്. അത് യഹൂദനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ഒടിച്ചു കളഞ്ഞിട്ടാണ് എന്നെ കൂട്ടിച്ചേർത്തത്. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. യഹൂദന്മാരുടെ അവിശ്വാസം കൊണ്ടാണ് അത് ഒടിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, വിശ്വാസത്താൽ നാം അത് പ്രാപിക്കും. ശരി തന്നെയാണ്. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ ഞെളിയാതെ നമുക്ക് കിട്ടിയ ഫലങ്ങൾ, നമുക്ക് കിട്ടിയ ക്രിസ്തുവിൽ ജീവിക്കാനുള്ള
നമ്മൾ ഞെളിയാതെ ഭയപ്പെടുക, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മുടിച്ചു കളഞ്ഞു എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നമ്മളെ സ്വന്തം ജനമാക്കിയ ക്രിസ്തുവിൽ എപ്പോഴും നിലനിൽപ്പാൻ താഴ്മയുള്ളവരായി ഞെളിയാതെ അപ്രകാരം ജീവിപ്പാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാനായ ഒരു മതാപുര സമൂഹത്തിൽ ക്രിസ്തീയ സാക്ഷ്യത്തോടെ ജീവിക്കുവാനാണ് സ്വർഗരാജ്യത്തിന്റെ ഫലങ്ങളായ ഭൂമി കർത്താവിനെ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള സഹായിക്കുവാനെ പ്രാർത്ഥിക്കുന്നു. കാട്ടിലുവായ ഞങ്ങളെ അങ്ങാവുന്ന ഉള്ളിവഴിയോട് ഒപ്പിച്ചു ചേർത്ത് അങ്ങയിൽ വസിക്കുവാനും അങ്ങയിൽ നിലനിൽക്കുവാനും അങ്ങയിൽ നിന്നുള്ള പല നിലവിലൂടെ പുറപ്പെടുവിക്കുവാനും ഈ ലോകത്തിന് സാക്ഷ്യം പറ്റുന്നതിനെ സഹായിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം അവരുടെ തീരുമാനത്തിന് ഉറച്ചു നിന്നു. അവർ മറ്റു ബാലന്മാരെക്കാൾ വിശിഷ്ടരായി തന്നെ ക്രിസ്തീയ സാക്ഷ്യത്തിൽ മറ്റുള്ളവരെക്കാൾ വിശിഷ്ടരായി ഈ ഭൂമിക്ക് ഉപ്പായി വിളിച്ചതാണ് സ്വഭിമാനത്തിന് സഹായിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ച ദാസനായ ദൈവം അധികമായി അനുഗ്രഹിക്കുകയും കുടുംബമായ ആശീർവദിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥനകൾ മനസ്സിലാക്കുക. ആമേൻ. ദൈവനാമത്തിനെ പുറത്തുണ്ടാകട്ടെ. നാം മുമ്പേ അറിയിച്ചതുപോലെ അർദ്ധവാർഷിക ലേലം നമുക്ക് നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ദിവസം പ്രത്യേക സ്തോത്ര കാഴ്ചക്കാരിലൂടെ ഈ ലേലത്തിൽ സഹകരിക്കാനായിട്ടുള്ള ക്രമീകരണമാണ് ചെയ്തത്. അതനുസരിച്ച് ഈ കവറുകളുടെ വരുമാനമുണ്ട്, ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളായ ഒരു ഗാനം ആരംഭിക്കുന്നതാണ്. ഗാനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അർപ്പിക്കാനുള്ളവർക്ക് സ്തോത്ര കാഴ്ചയും ഈ ലേലത്തിൻ്റെ കവറുകൾ അർപ്പിക്കാനുള്ളവർക്ക് സാമൂഹിക പാലിച്ച് നമുക്ക് അവകാശം അർപ്പിക്കാവുന്നതാണ്.
സൂര്യ പ്രകാശം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിപാടി അനീഷ് തലക്കാട്ടുള്ള വിവാഹ വാർഷിക സ്തോത്രക്കാഴ്ച അർപ്പിച്ചിരിക്കുന്നത് ടി കെ ജോണി ആൻഡ് വിമല. ജന്മദിന പരിപാടികളുമായി സന്ധിക്കുന്നു മെസ്സേഴ്സ് ജിൻസി സുനി ഭവൻ, അരുൺ പി വിജയ, ആര്യ പി ജെ വി ജി ഭവൻ, ആഗർ പി ജെ വി ജി ഭവൻ, ആഗർ പി ജെ വി ജി ഭവൻ, ഉഷകുമാർ ജി നിവാസ്, ദീപക് സി വി വി നിവാസ്, സാന്ദ്ര എസ് എസ് സദനം, ഷാരൂൺ ഷാരൂൺ, സുരേഷ് കുമാർ എ ഭാരതി നഗർ, സുജ ഭാരതി നഗർ. ഈ വ്യക്തികളുടെ പരിപാടികളെ നമുക്ക് സമർപ്പിക്കാം. അർദ്ധവാർഷിക സ്വാസ്ഥാപന കാഴ്ചകൾ ദിവസത്തിൽ സമർപ്പിച്ചിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയും മറ്റ് സഹായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പരിപാടിപ്പിച്ചിരിക്കുന്നതിനെയും അതുപോലെ മാസസ്തോത്ര പരിപാടി സമർപ്പിച്ചിരിക്കുന്നതിനെയും സഭയുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്കായ പരിപാടി സമർപ്പിച്ചതിനെയും ഓർത്ത് സ്തോത്രഗാനമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുസന്ധിയിൽ ആത്മാർത്ഥമായി അങ്ങേയ്ക്കായി സമർപ്പിക്കുവാൻ അവിടെ നിന്ന് ജീവിതങ്ങളിലൂടെ സഹായിച്ചിരിക്കുന്ന അങ്ങനെ മുമ്പാകെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകളുടെ ഈ അർത്താലയിലേക്ക് നിന്റെ മക്കൾ കരമേറ്റിയിട്ടുണ്ട്. നിന്റെ മക്കളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ അവിടുത്തെ യാതൊരു പ്രാർത്ഥന വിശേഷാൽ ദിവസത്തിൽ സമർപ്പിച്ചിരിക്കുന്ന മക്കൾക്കായ ശ്രമം ജീവിതത്തിൽ വിവിധങ്ങളായ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അനുഭവിക്കുവാൻ തന്റെ മക്കളെ ദൈവം സഹായിച്ചത്. ദൈവം നൽകിയതൊക്കെയും നന്ദിയിലെത്തിക്കുമ്പോൾ കൂടുതൽ വിനയപ്പെടുവാനും ദൈവിക കൃപകൾ അധികമായി അനുഭവിക്കുവാനും അവർ നമ്മളെ സഹായിക്കും. പരിശുദ്ധ കർത്താവെ, മറ്റ് വിവിധങ്ങളായ ആവശ്യങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം വഴിപാടർപ്പിച്ചിരിക്കുന്ന മക്കളെ നോക്കാം. അവിടുത്തെ മക്കളുടെ ആവശ്യങ്ങളുടെ കർത്താവ് നിറവേറ്റി തിരികെ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിനെ കൂടെ ലഭിച്ച് പ്രസവാനന്തര സ്തോത്ര വഴിപാട് ദിവസത്തിൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ദാസക്കായി സ്വാഗതം. ഗർഭകാലയുടെ സമയത്തും അങ്ങനെ കൃപയും സഹായവും പകർന്ന് ദൈവാത്ഭുതമായി അനുഗ്രഹിച്ചുവല്ലോ. നൽകിയിരിക്കുന്ന മുതലത്തെ ദൈവം കാത്ത് പരിപാലിക്കുകയും കൃപയും വളർത്തുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധ കർത്താവെ, മാസസ്തോത്ര വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്നതിനെ ഓർക്കുന്നു. വിവിധ സഹായ പദ്ധതികൾക്ക് വേണ്ടി വഴിപാട് സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാഴ്ചകളെല്ലാം സ്വർഗ്ഗത്തെ ദൈവം സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ ആവശ്യങ്ങളിൽ ആഗ്രഹങ്ങളിൽ വേദനകളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ ജീവിതത്തിന്റെ പ്രതിസന്ധി അനുഭവങ്ങളിൽ അവയെല്ലാം അതിജീവിക്കുവാൻ ആവശ്യമാണ് ആത്മീയ ശക്തി അവിടുത്തെ മക്കൾക്ക് എല്ലാം കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യവും സമാധാനവും നിന്റെ മക്കളെല്ലാവരും അനുഭവിക്കുന്നു. ജന്മദിന സ്തോത്ര വഴിപാടുകൾ സമർപ്പിച്ച മക്കൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷകാലം കൂടെ ദൈവത്തിന് അനുഭവിക്കുവാൻ മക്കളെ സഹായിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ടുണ്ട്. പുതിയ വയസ്സ് പ്രവേശിച്ച് പുതിയ കൃപകൾ അനുഭവിക്കുവാൻ
വിവാഹ വാർഷിക സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന കുടുംബത്തിനായ സ്തോത്രം. നിന്റെ മക്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു തലമുറകളിലുള്ള സന്തോഷം അനുഭവിക്കുക. നിന്റെ മക്കളുടെ കൊണ്ടിരിക്കുന്ന സ്തോത്രം. പുതിയ വർഷത്തിന്റെ നിലവുകൾ നൽകി നമ്മൾ ആശീർവദിക്കുന്നു. വിശേഷാകരുടെ വാർഷിക ലളിതത്തിനായി കർത്താവെ വഴിപാടുകൾ ദൈവസന്നിധി സമർപ്പിക്കുവാനായിട്ട് കർത്താവ് വ്യാകരണം സ്തോത്രം. നിരന്തരമായ അനുഭവം അനുഗ്രഹിച്ചതക്കവണ്ണം നിന്റെ സ്വയംഭാഗാനം അവർ അർപ്പിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വായിക്കുന്നതായ അവിടുത്തെ മക്കളുടെ വിശ്വാസത്തോടുകൂടി നിന്റെ മക്കളുടെ കൃഷി സമ്പത്തിൽ നിന്ന് മൃഗസമ്പത്തിൽ നിന്ന് മറ്റു പുല്യന്മാർക്കും അതൊക്കെ വേർതിരിച്ച് ഈ മേശമേൽ അർപ്പിച്ചിരിക്കുന്നത് ഈ കാഴ്ചയെ കർത്താവ് കൈക്കൊള്ളുകയും നമുക്കെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും സുഖപ്പെടുവാനും നിറയപ്പെടുവാനും അവിടുന്ന് ഇടയാക്കുക. കർത്താവ് സ്നേഹത്താൽ നമുക്ക് ധരിക്കപ്പെടുവാനും ജീവിതത്തിനാവശ്യമായ എല്ലാ നന്മകളും സമൃദ്ധിയും ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വരുമാനം കർത്താവെ ഭാഗ്യമായിരിക്കുന്നവരുണ്ട്, അങ്ങനെ വിവിധ നിലകളിൽ കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. അവർ നമ്മളെ അനുഗ്രഹിക്കുകയും എല്ലാ നന്മകളും ദിനന്തോറും നൽകി അത്ഭുതമായ നടത്തുകയും ചെയ്യണം. ഇപ്പോൾ അടിയങ്ങളുടെ കാഴ്ചയായ കാര്യങ്ങൾ സമർപ്പിക്കും. അങ്ങനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സഭാകമ്മിറ്റിയുണ്ടായിരിക്കുന്നതാണ്. എല്ലാ സഭാകമ്മിറ്റിയും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഓർമ്മിച്ചതുപോലെ മാർച്ച് 31 പ്രസിദ്ധീകരിച്ച കുരിശിക ക്രിസ്ത്യൻ പ്രകാരം കുരിശിക തീർക്കാനുള്ള അവസാന സമയം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ്. കുരിശിക തീർക്കാനുള്ള എല്ലാവരും 5 മണിക്ക് മുമ്പായി കുരിശിക സഹകരിക്കുന്നതായിരിക്കുന്നതാണ് അറിയിക്കുന്നത്. ഇതുപോലെ അടുത്ത ആഴ്ചയും ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ആരാധന പ്രാർത്ഥനാപൂർവ്വം ഏവരും സമർപ്പിക്കുന്നതായി. ഇന്ന് അർദ്ധവാർഷിക സ്തോത്രാർപ്പണ കാഴ്ച വയ്ക്കാൻ കഴിയാത്ത അടുത്ത ആഴ്ച സഹകരിക്കുന്നതായിട്ട് നാം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച അധ്യാപക നേരമാണ്. സൺഡേ സ്കൂൾ അധ്യാപകർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥനകളുടെ ഒരുവനായിട്ട് സംസ്കാരക്കാരുടെ ഓർമ്മപ്പെടുത്തുകയും പ്രാർത്ഥനക്കാരെ ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റി UPSC കോളേജിലെ നമ്മുടെ സഭാംഗമായ ശ്രീ സനത്കുമാർ മകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ 2ാമത് കരസ്ഥമാക്കിയിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരം അറിയിക്കുന്നു. എൻ്റെ ഭാര്യ ശ്രീമാനെ കുറിച്ചുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു സർജറിക്ക് വിധേയയായി ആശുപത്രിയിലാണ്. 2 ദിവസത്തിനകം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുവാനും തുടർന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കാക്കാനും പ്രാർത്ഥിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയും ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്നവർ മേരി സാറ തോമസ് ക്ലാസ്, രജി ഗണേഷ്, രജി കോട്ടേജ്, സുവർണ ഷൈനിവാസ്, ശാന്ത നിവാസ്, സുധീഷ് എസ്, ഭാരതി മന്ദിരം, അജിത്ര സജി കാഞ്ഞിരോട്ട, ജോൺ പവിത്രൻ മന്ദിരം, വിജിൻ രാജ് എസ് കാസർഗോഡ് ഇവർക്കെല്ലാവർക്കും സഭയുടെ പേരിലുള്ള ജന്മദിനാശംസകൾ നേരിടും. ഇപ്പോൾ ക്രിസ്തീയ 278ാമത്തെ പാഠത്തിന്റെ പല്ലവിയും 1ാമത്തെയും അവസാനത്തെയും ചരണം എഴുതിയിട്ടുണ്ട്. 278ാമത്തെ പാഠത്തിന്റെ പല്ലവിയും 1ഉം അവസാനത്തെയും ചരണം. Sweet, sweet, sweet.
അങ്ങനെ പാതവീടുന്ന ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാനും അവിടുത്തെ കൃപാവോളം അനുഭവിക്കുവാനും അവിടുത്തെ തലക്കാലം സഹായിച്ചത് സ്തോത്രം. കർത്താവ് നിങ്ങൾ നടത്തുന്ന അത്ഭുതകരമായ വഴികളെ ഓർത്ത് സ്തോത്രം. കഷ്ടതകളിലും ഭാരങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും ദൈവം നിങ്ങൾക്ക് താങ്ങും സഹായവുമായി കൊണ്ടുവരുന്ന സ്തോത്രം. ഇന്ന് നിങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, സ്വർഗരാജ്യത്തിൻ്റെ മുത്തുകളായി തീരത്തക്കവണ്ണം വിശുദ്ധിയോടും ദൈവകൃപയോടും ഈ സമൂഹത്തിൽ സാക്ഷ്യത്തോടുകൂടി ജീവിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ അടിയിൽ നിറയ്ക്കുമാറാകുന്നതിനെ പ്രാർത്ഥന. ഇന്ന് ദൈവവചനം സംസാരിച്ച ദാസനെ ഒരിക്കൽ കൂടെ നിങ്ങൾ കുടുംബായ സമർപ്പിക്കുന്നു. ദൈവം തുടർന്നും അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവിന്റെ കൃപ കൊണ്ട് വഴി നടത്തുന്നതിനെ പ്രാർത്ഥന. കർത്താവെ, നിങ്ങളുടെ കേരള സംസ്ഥാനം കർത്താവ് ഓണം ആഘോഷിക്കുന്ന സന്ദർഭമാണല്ലോ. ഈ നാടുകളിൽ പ്രദേശത്ത് ഒന്നും യാതൊരു അർത്ഥവുമില്ലാതെ ദൈവം എല്ലാവരെയും സുരക്ഷിതരായ പാലിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് കോവിഡ്-19 എന്ന മഹാമാരി നിമിത്തമുള്ള യാതൊരു ബാധ്യതയും ഞങ്ങളുടെ സമൂഹത്തെ രസിക്കാതെ അവയെല്ലാം വിളിച്ച് പൂർണ്ണ സമാധാനത്തോടെ കർത്താവിനെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തെ സാധനപ്പെട്ട് ജീവിക്കാൻ അവിടുന്ന് സഹായിക്കും. സകല ബുദ്ധി കഴിയുന്ന ദൈവത്തിന് സമാധാനങ്ങൾ നിറയ്ക്കി അനുഗ്രഹത്തോടെ കഴിയാനും പറഞ്ഞേക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. ശ്രദ്ധിക്കാതെ ആമേൻ. സമാധാനത്തോടെ പുറപ്പെട്ടു പോകുകയും ധൈര്യപ്പെടും. ഇതിനെ വെറുതെ നല്ലതിനെയും മുറുകെ പിടിപ്പിൽ ആർക്കും തിന്മയ്ക്ക് തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യും. ഉൾക്കത്തില്ലാത്തവരുടെ ധൈര്യപ്പെടും. ബലഹീനത താങ്ങും. കഷ്ടപ്പെടുന്നവരെ സഹായം. എല്ലാവരെയും ബഹുമാനം. പരിശുദ്ധാത്മശക്തി ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പിതാപുത്ര പരിശുദ്ധാത്മാവ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിലനിൽക്കുക എല്ലായ്പ്പോഴും നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ.